ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ അതൊരു സർക്കാർ പരിപാടിയാണ്. ആ സർക്കാർ പരിപാടിയിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി വി ശിവൻകുട്ടി പോകുന്നുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ തലവനാണ് ഗവർണർ, കോൺസ്റ്റിറ്റ്യൂഷൻ പദവി. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ആ വേദിയിൽ ശിവൻകുട്ടി പറയുകയാണ് അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇരിക്കട്ടെ, പോട്ടെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഇരിക്കട്ടെ, അതല്ലാതെ എവിടെ നിന്നും ഏതൊന്നും അറിയാത്തൊരു ചിത്രം അവിടെ കൊണ്ടുവെക്കൽ ഭരണഘടനാ വിരുദ്ധമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല, എൻ്റെ രാജ്യം ഇന്ത്യയാണ്, അതിനു മുകളിലല്ല ഒരു രാഷ്ട്രസങ്കല്പവും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതിൽ എന്ത് പിഴവാണ് ശ്രീ ഉല്ലാസ് ബാബു? അല്ല, ശിവൻകുട്ടിക്ക് അതിൽ വിയോജിക്കുകയോ യോജിക്കുകയോ ഒക്കെ ശിവൻകുട്ടിയുടെ താല്പര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്ഭവനിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോകുന്ന രീതിക്കും അതിനും പരിപൂർണമായിട്ട് അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് പരിശോധിക്കേണ്ടതുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രാജ്ഭവനിൽ ഏത് ഫോട്ടോ വെക്കണം, ആ ഫോട്ടോ ഭരണഘടന വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നു. എവിടെയാണ് ഭരണഘടനയിൽ ആ ഫോട്ടോ വിരുദ്ധമായിട്ട് ഹാഷ്മിജി അങ്ങേക്ക് തോന്നുന്നത്? അവിടെ ഭരണഘടന എനിക്ക് മനസ്സിലായില്ല. ഭരണഘടനാ വിരുദ്ധമാണ്. അല്ല, ഭരണഘടനാ വിരുദ്ധമാണെന്ന് അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ പടം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് എഴുതി വെച്ചത്? നമ്മുടെ രാജ്യം അംഗീകരിച്ച ഭരണഘടനാ ഭൂപടമല്ലത്. ഒരു കാര്യം അഖണ്ഡ ഭാരതം ഉല്ലാസ് ബാബുവിനും ബി ജെ പിക്കും ആർ എസിനും ഒക്കെ ആഗ്രഹിക്കാം. അത് അങ്ങനെയാണോ? ഒരു നിയമം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്ത് അതിന്റെ ഒരു രാജ്ഭവനിൽ കൊണ്ടുവെക്കാവോ നിങ്ങളുടെ ആശയം ശ്രീ ഉല്ലാസ് ബാബു? നോക്കൂ, ഈ രാജ്യത്തിന് എത്ര കാലം പഴക്കമുണ്ടോ അത്ര കാലം തന്നെ ഭാരതമാതാ സങ്കല്പവും അഖണ്ഡ ഭാരത സങ്കല്പവും ഉണ്ട്. അത് പകുതി വെച്ച് ഇതൊക്കെ എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ ദേശീയ നേതാക്കന്മാരും എല്ലാവരും അംഗീകരിച്ചു പോകുന്നതാണ്. അവിടെ നിന്ന് ചില രാഷ്ട്രീയവാദത്തിൻ്റെയും ചില മതവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പകുതി വെച്ച് പലരും അത് വിട്ടുപോയി. RSSും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അത് പരിപൂർണമായിട്ട് ബഹുമാനിക്കുന്നു. ആ ബഹുമാനം ഇന്നും തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. അവിടെ ഇട്ടുപോയവർ ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മതചിന്താഗതികൾക്ക് താല്പര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് അവർ നിശ്ചയിക്കട്ടെ. അല്ല ഉല്ലാസ് ബാബു, ഇവിടെ നമ്മുടെ 26 നിരപരാധികളെ വെടിവെച്ചു കൊന്ന ഒരു രാഷ്ട്രത്തെയും ചേർത്ത് രാജ്യത്തെ വിപുലപ്പെടുത്തുക എന്ന നിങ്ങളുടെ സങ്കല്പം നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യ രാഷ്ട്രത്തിലുണ്ട്. അത് എല്ലാവരുടെയും സങ്കല്പം അടിച്ചേൽപ്പിക്കണോ? ഈ നാടിന്റെ ഒരു പൊതുസ്വത്തിൽ കൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പാകിസ്ഥാനും കൂട്ടിച്ചേരുന്ന രാജ്യം എന്ന വികല സങ്കല്പം കൊണ്ട് വെക്കണോ ശ്രീ ഉല്ലാസ് ബാബു? ഹാഷ്മിഭായ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാജ്യത്തിനെ ദ്രോഹിച്ച ആളുകൾക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ദ്രോഹിച്ച ആ രാജ്യത്തോട് ഒരു തരത്തിൽ പോലും തെമ്മാടി രാഷ്ട്രമെന്ന് പറയാൻ അംഗീകരിക്കാൻ സാധിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മൾ മൂന്നാം കക്ഷിയായിട്ട് നിൽക്കുന്ന മറ്റ് 2 രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധത്തിൽ നടത്തിയ പ്രസ്താവന അത് മനസ്സിലാക്കണം. നിങ്ങൾ തെമ്മാടി രാഷ്ട്രത്തെ കൂട്ടി ഉണ്ടാക്കുന്ന ആ തെമ്മാടി രാഷ്ട്രത്തെ കൂട്ടി ഒരു രാജ്യം നമുക്ക് വേണോ ഉല്ലാസ് ബാബുവിന്റെ? അല്ല, ആ തെമ്മാടി രാഷ്ട്രത്തെ കൂട്ടിയ ഒരു രാജ്യം നമുക്ക് വേണോ ഉല്ലാസ് ബാബു? അല്ല ഹാഷ്മി, അതൊന്ന് പറയാൻ കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അഖണ്ഡ ഭാരത സങ്കല്പവും ഭാരതമാതാ സങ്കല്പവും അത് RSSൻ്റേതാണ് എന്ന് വരുത്തി തീർക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ RSSൻ്റെ കൊടിയാണ് കാവിക്കൊടി, RSSൻ്റെ ഭാരതമാതാവാണ് ഇത് എന്ന് പറയപ്പെടുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് മാറ്റുന്നത്? ഭയമാണെന്ന് നമ്മുടെ 26 നിരപരാധികളെ വെടിവെച്ച് കൊന്ന അസീം മുനീർ എന്നൊരു വട്ടൻ അവിടെ സൈനിക മേധാവിയായിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഈ രാഷ്ട്രത്തോട് ചേർക്കണം എന്ന് ഉല്ലാസ് ബാബുവിന് ആഗ്രഹമുണ്ടോ? അതിനാദ്യം മറുപടി പറ, പിന്നെ നമുക്ക് കാവിക്കൊടിയിലോട്ട് പോവാം. നോക്കൂ, നമ്മുടെ മത തീവ്രവാദ വർഗീയ ശക്തികളായി മാറി നമ്മുടെ രാജ്യത്തിനോട് വിരോധം കാണിക്കുന്ന ഒരു രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ നിലവിലെ നടപടികളെയും പരിപൂർണമായി എതിർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ച സങ്കല്പത്തെയും പരിപൂർണമായി എതിർക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ നാടിനെ വെട്ടിമുറിച്ച ആ സങ്കല്പത്തെയും പരിപൂർണമായി എതിർക്കുന്നു. ആ രീതിയെയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു തെമ്മാടി രാഷ്ട്രമായി
പാകിസ്ഥാൻ അപ്പൊ പാകിസ്ഥാൻ നന്നാവുമെന്നും അപ്പൊ ഉല്ലാസ് ബാബുവിന്റെ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ മാതൃസംഘടനയും അല്ലെങ്കിൽ പിതൃസംഘടനയും രാഷ്ട്രമായി അവർ മാറില്ലായിരുന്നു, നല്ല രാഷ്ട്രമായി ഭാരതത്തോട് ചേർന്ന് നിൽക്കുമായിരുന്നു എന്ന് കൃത്യമായി അല്ല അത് കഴിഞ്ഞു താങ്കൾ പറഞ്ഞ പോലെയൊക്കെ ആ രാഷ്ട്രമായി തമ്മാടി രാഷ്ട്രമായി. ഉല്ലാസ് ബാബു ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഉല്ലാസ് ബാബു അല്ലല്ല ഇതിൽ വ്യക്തത വരുത്തിപ്പം താങ്കൾ തന്നെ പറഞ്ഞു ആ രാഷ്ട്രം ഏത് രീതിയിലാണ് മതത്തിൽ മുങ്ങി അല്ലല്ല ഞാൻ ഇല്ല ഉല്ലാസ് ബാബു ആ രാഷ്ട്രം ഏത് രീതിയിൽ ആ രീതിയിൽ വഴിപിഴച്ച് ഈ രാജ്യത്തിന്റെ കൊടിയ ശത്രുവായി മാറി എങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്നു കൺമുന്നിൽ നമ്മൾ കാണുകയാണ്. ഇപ്പോഴും അഖണ്ഡ ഭാരതം എന്ന് പറയുമോ ഉല്ലാസ് ബാബു? ആ രാജ്യത്ത് ചേർത്തുകൊണ്ട് പാകിസ്ഥാനെ ചേർത്തിട്ട് അഖണ്ഡ ഭാരതം വേണ്ടെന്ന് പറ ഉല്ലാസ് ബാബു. അതല്ലേ പുതിയ കാലത്ത് ഇന്ത്യയിൽ വേണ്ടത്? എന്ത് അഖണ്ഡ ഭാരതം പാകിസ്ഥാനെ ചേർത്തിട്ടോ? ഹാഷ്മി ഞാനൊരു കാര്യം ചിരിക്കാനുള്ള കാര്യമല്ല. സമൂഹത്തിനെയും ഈ രാജ്യത്തിന്റെ സങ്കല്പങ്ങൾ ഈ രാജ്യത്തിന്റെ അല്ല എനിക്ക് ചിരിക്കാനുള്ള കാര്യമല്ല. നിങ്ങൾ ഇന്ന് നടത്തുന്ന രാഷ്ട്രീയം കാണുമ്പോൾ ചിരിയല്ലാതെ എന്താ വരിക? ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രി പോത്ത് ചമല കളർ കണ്ട ആദ്യം ഓടിപ്പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയമല്ല. നിങ്ങൾ ഇതിനെ RSS വൽക്കരിക്കുകയും ഈ ഭാരതമാതാ സങ്കല്പം തെറ്റാണെന്നും ഭാരതമാതയെ അംഗീകരിക്കാൻ പാടില്ല എന്നും ഭാരതമാതാ സങ്കല്പത്തെ പരിപൂർണ്ണമായി എതിർക്കണമെന്നും അത് RSS വൽക്കരണമാണ് എന്നും പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, എന്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം? ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് RSSനെ എതിർക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇന്നത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഒരു ശിവൻകുട്ടിയുടെ ഗിമ്മിക്ക് മാത്രമാണെന്നത്. ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾക്ക് എന്തിനാണ് ഭാരതമാതാവിനോട് വിരോധം? നിങ്ങൾക്ക് എന്തിനാണ് ഭാരതമാതാ സങ്കല്പത്തോട് വിരോധം? നിങ്ങൾക്ക് പുരാതന ശൈലിയോടും ഇതിന്റെ 1805 വരച്ച ഭാരതമാതാവല്ലത്, ടാഗോർ വരച്ച ഭാരതമാതാവല്ലത്, കയ്യിൽ വെള്ളക്കൊടിയുള്ള ഭാരതമാതാവല്ലത്. ഇത് RSS ഉണ്ടായതിനു ശേഷം RSS നിർമ്മിച്ച കയ്യിൽ നിങ്ങളുടെ കൊടി പിടിച്ച ഭാരതമാതാവാണ്. അതല്ലാതെ ആ ഭാരതമാതാവ് ഈ ഭാരതമാതാവല്ല ശ്രീ ഉല്ലാസ് ബാബു. ഇത് നിങ്ങളുടെ RSSന്റെ പ്രതീകാത്മക സിംബലാണ്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്നത്? RSS ആ ഐക്യത്തെയും അതുപോലെ തന്നെ ആ സംസ്കാരത്തെയും പഴയ പൈതൃകത്തെയും ഇന്ന് ബഹുമാനിച്ച് നിലനിർത്തി പോരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് വരച്ചത് ഭാരത് മാതാ സങ്കല്പമല്ല, അത് ബംഗാമാതാ സങ്കല്പമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അതിനുശേഷം പല ആളുകളും പല ചിത്രകാരന്മാരും പല ശൈലികൾ അവരുടെ സങ്കല്പങ്ങൾ ഒക്കെ വരച്ചിട്ടുണ്ടെന്നേ. അവിടെ പരിപൂർണമായിട്ട് വന്ദേ മാതര ഗാനം ത്തിന് ശേഷമാണ് ഈ ഒരു സങ്കല്പം ഉണ്ടാകുന്നതും അതിനെ എല്ലാവരും അംഗീകരിച്ചെന്നേ. 1931 അംഗീകരിച്ചിട്ടുണ്ട്, 36 അംഗീകരിച്ചിട്ടുണ്ട്, ഒക്കെ 47 ഒക്കെ അംഗീകരിച്ചു. അടുത്ത കാലം വരെ അംഗീകരിച്ചു പോകുന്നുണ്ട്. ഇപ്പോ മതരാഷ്ട്രീയത്തിന് മുമ്പിൽ തലകുനിക്കുന്നതിന് വേണ്ടി മതത്തിന്റെ അടിസ്ഥാനത്തെയും രാജ്യത്തെയും എതിർക്കുന്നതിന് വേണ്ടി രാജദ്രോഹികളുടെ വാക്കും രാജദ്രോഹികളുടെ പ്രവൃത്തിയും അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മാർത്ഥമുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു പറ, ഈ പറയുന്ന പാകിസ്ഥാനെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു അഖണ്ഡ ഭാരതം നമ്മുടെ അഖണ്ഡ ഭാരതം അല്ല എന്ന് പറ. അത് ഏതോ കാലം നമ്മൾ പറഞ്ഞതാണ്. പുതിയ കാലത്ത് പാകിസ്ഥാനെ ചേർത്തുണ്ടാക്കുന്ന അഖണ്ഡ ഭാരതം ഒരു വികല സങ്കല്പമാണെന്ന് ഉല്ലാസ് ബാബു പറ. എന്നിട്ട് പറ മതരാഷ്ട്രവും ബാക്കി കാര്യവും ഒക്കെ. അപ്പോൾ ആത്മാർത്ഥ ഫീൽ ചെയ്യൂ. താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഉണ്ടാവുന്ന വിചാരിക്കുന്നത്? താങ്കൾ ഇപ്പോഴും വിചാരിക്കുന്ന പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഉണ്ടാവുന്ന? ഉല്ലാസ് ബാബു, എന്റെ ഒരു ജനകീയ കോടതിയിൽ മൈത്രേയൻ എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്ന് ഈ പറയുന്ന എന്താണ് അതിർത്തികളില്ലാത്ത രാജ്യം ഉണ്ടാവുന്ന മണ്ടത്തരം പറഞ്ഞു. അതുപോലെ മണ്ടത്തരം ഈ പറയുന്ന പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഉണ്ടാവുന്നു. പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഒരു കാലത്ത് ഉണ്ടാവുകയില്ല, ഇന്ത്യക്കാർ അനുവദിക്കുകയില്ല. ഉല്ലാസ് ബാബു മൈത്രേയൻ എന്ത് പറഞ്ഞു ഏത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള ചർച്ച ഞാൻ കണ്ടിരുന്നു. ഞാൻ രസകരമായിട്ട് ആ വിഷയം പറയുന്നതും ഹാഷ്മിക്ക് എങ്ങനെയാണ് ക്ഷമ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹാഷ്മി ആ പരിപാടി അവതരിപ്പിക്കുന്നതൊക്കെ ഞാൻ പരിപൂർണ്ണമായിട്ട് കണ്ടിരുന്നു. രാഷ്ട്ര സങ്കല്പങ്ങളില്ലാത്ത വിശാലമായ ലോകം ഉണ്ടാകും എന്ന് കരുതുന്ന പോലെയുള്ള ഉട്ടോപ്യൻ സങ്കല്പമാണ് പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഉണ്ടാക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ അഖണ്ഡ ഭാരതവും അവിടെ രാജ്ഭവനിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ പറയുന്ന എന്താണ് അത് ഭരണഘടനാ വിരുദ്ധ ഭൂപടവും. ഉല്ലാസ് ബാബു അത് തെറ്റാണ്. ഹാഷ്മിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം അത്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പാകിസ്ഥാൻ ചേർന്ന് ഇന്ത്യ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉല്ലാസ് ബാബു? നമ്മുടെ മാതാവ് അല്ല ഹാഷ്മി കേക്ക്, ഞാൻ നേർക്കുന്നവർ ചോദിക്കല്ലേ ഉല്ലാസ് ബാബു? പഴയ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഞാൻ നേർക്കുന്നവർ ചോദിക്കല്ലേ ഉല്ലാസ് ബാബു? പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുരാഷ്ട്രത്തെ ചേർത്ത് ഒരു ഇന്ത്യൻ രാഷ്ട്രം താങ്കൾ സ്വപ്നം കാണുന്നുണ്ടോ? ഭാരത സങ്കല്പത്തെ പരിപൂർണമായി അംഗീകരിക്കുന്ന ഉല്ലാസ് ബാബു, പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുരാഷ്ട്രത്തെ കാണുന്ന സമയത്ത് പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അല്ല, പ്രയാസം ഉണ്ടാകുന്നുണ്ട്. എന്റെ 26 കൂടപ്പുറപ്പുകളെ കൊന്നൊരു രാഷ്ട്രത്തെ ചേർത്ത് വെച്ച ഭൂപടം എന്ത് ഭൂപടമാണ്? അത് ദേശവിരുദ്ധ ഭൂപടമാണ്, അത് ഭരണഘടനാ വിരുദ്ധ ഭൂപടമാണ്.
ഹാഷ്മി എതിർക്കുന്ന ശൈലിയല്ലല്ലോ. ഇടതുപക്ഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് മാതാ സങ്കല്പത്തെ എതിർക്കുന്നത്? ഇടതുപക്ഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാവിക്കൊടി പിടിച്ചു. കാവിക്കൊടി RSSന്റെ ഔദ്യോഗിക കളറാണെന്ന് ആരാണ് ഈ ശിവൻകുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്? എന്റെ പൊന്നു ഹാഷ്മി, രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതൊരു അന്തസ്സോട് കൂടി കളിക്കണം. അല്ലാതെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി മതം എന്ന് പറയപ്പെടുന്ന സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വിഭാഗത്തെ സന്തോഷിപ്പിക്കാനും സഹകരിക്കാനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്കിനും വേണ്ടിയിട്ട് ഭാരതമാതാവിനെ എതിർത്തുകൊണ്ട് ഞാൻ വലിയ ക്യാമറായി ശിവൻകുട്ടി പറയുന്ന പ്രവൃത്തിയെ പരിപൂർണമായി എതിർക്കണം. എതിർക്കണം, ഞാനും എതിർക്കണം. ആ അമ്മയുടെ ഒരു കാര്യം ഈ പറയുന്ന പാകിസ്ഥാനെ കൂടി ചേർന്ന് അഖണ്ഡ ഭാരതമൊക്കെ നിങ്ങളുടെ അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ. സുല്ലാസ് ബാബു നടക്കാൻ പോകുന്നില്ല.